എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് യാത്ര തുടങ്ങിയാണ്. അപ്പോൾ 5-6 ദിവസത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളിന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് തിരിച്ചെത്തി. ഇപ്പോൾ കുറച്ച് വില്ലേജ് ഏരിയകളും ട്രക്കിംഗ് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നടന്നില്ല. കാഠ്മണ്ഡു ടൗൺ മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ. ഇനി സമയമുണ്ടല്ലോ, ഇനിയും വരാം. അപ്പോൾ നമുക്കിവിടെ കാഠ്മണ്ഡു ഒന്നും മൊത്തം ചുറ്റി കറങ്ങാൻ പറ്റാഞ്ഞത് ലോറിയും കൊണ്ട് വന്നുകൊണ്ടാണ്. ലോറിയും കൊണ്ട് വരുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട് തിരിച്ചിറങ്ങാൻ. ഇപ്പം തന്നെ നമ്മുടെ ടൈം തീരാറായി. കാഠ്മണ്ഡുവിൽ നിന്നും തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഉണ്ണിച്ചേട്ടൻ രാവിലെ തന്നെ വിളിച്ചിട്ട് ഉണ്ണിച്ചേട്ടൻ നേരത്തെ തന്നെ ഇവിടെ എത്തിയായിരുന്നു. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ ആയിരുന്നു. ഉണ്ണിച്ചേട്ടൻ ആദ്യം വരും, അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയാവുന്നത്. ഇതന്നെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. 4-5 ദിവസം നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. എങ്ങനെ സമയം പോയതെന്ന് അറിഞ്ഞില്ല. നമ്മൾ നിങ്ങളെ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. അതെ, നല്ലൊരു ഇതായിരുന്നു അല്ലേ, ഒരു ഫാമിലി എൻവയോൺമെന്റ് ആയി മാറി. അതെ, വേറൊരു വീട്ടിൽ ചെന്നൊരു ഒരു സന്ദർഭം ഉണ്ടാകുമെന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് കിട്ടിയത് തന്നെ ഞങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യമാണെന്ന് പറയാം. കാരണം ശരിയാണ് എന്ന് നമ്മള് പിന്നെ നിങ്ങളുടെ ഇത് കാണുന്നുണ്ട്, എപ്പിസോഡ് കാണുന്നുണ്ട്. വിക്രം നമ്മുടെ സുഹൃത്താണ്, നേപ്പാളി. അതെ, വിക്രമായിരുന്നു ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറും മെയിൻ ഡ്രൈവറും എല്ലാവരും. Next time when you come, then we'll go to some other places. village everything. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് വിക്രമിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറങ്ങാനൊക്കെ പോവാം. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമുക്ക് നാട്ടിൽ കാണാം. അതെ, നമുക്ക് നാട്ടിൽ വെച്ച് കാണാം. അല്ലെ, ഇവരിപ്പോ ഉടനെ തന്നെ ഒരാഴ്ചക്ക് പോരും ഇവിടുന്ന് അല്ലേ, ഒരാഴ്ചക്കുള്ളിൽ അങ്ങോട്ടേക്ക് നാട്ടിലേക്ക് വരും. ഉണ്ണിച്ചേട്ടൻ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഉണ്ണിച്ചേട്ടനും വരും. അപ്പം എല്ലാരും നാട്ടിലേക്ക് തന്നെ വരുമ്പോ എല്ലാരും വീട്ടിലേക്ക് വരണം. അതെ, ചേച്ചിയോടും പ്രത്യേകം പറഞ്ഞേക്കണം. മോനോട് അന്വേഷണം പറഞ്ഞത് ഇന്ത്യയിലേക്ക് വരുന്നോ? ഇന്ത്യയിലേക്ക് കമ്മിങ് കേരള. I saw your vlog and I just subscribe and also like also. Thank you. You could be maybe I am also viral. വിക്രം വൈറലാണോ? നേപ്പാളിൽ വന്നപ്പോഴത്തേക്ക് സബ്സ്ക്രിപ്ഷൻ കൂടിയെന്ന് പറഞ്ഞ് വിക്രം എന്തോ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പം വിക്രമിനോട് ഞാൻ പറഞ്ഞ പോരാൻ. ബിഹൈൻഡ് ദ സീൻ ആണ്. അതെ, മുത്തും ഞാനും കൂടെ ഒരു വൈബായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ അന്വേഷണം കൂടെ അറിയിക്കണം. തീർച്ചയായും. മുത്തനാണെ വരാൻ മനസ്സില്ല ഇന്ന്. മുത്തിനോട് ഞങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ കൂടെ വന്നാൽ മതി, അച്ഛനമ്മയും കൂടെ പൊക്കോട്ടെ. അതിന് അച്ഛനമ്മയെ സമ്മതിക്കണ്ടേ അല്ലേ? കേട്ടോ, മുത്ത അവിടെ നിന്ന് നേരെ പൊന്നുമായിട്ട് ഇങ്ങോട്ട് പോരുക. വേണ്ട എല്ലാ സൗകര്യവും ഉണ്ടാകും. ഇതുപോലെ തന്നെ ഒരു വണ്ടി എവിടെന്നെങ്കിലും വാടകയ്ക്ക് എടുത്തിട്ടാണെങ്കിലും കറങ്ങാം. അപ്പം ശരി, എന്നാ ഞങ്ങൾ പതുക്കെ അങ്ങ് നീങ്ങാം. സമയം 11 മണിയായി, 11:30 അപ്പം ഓക്കെ വിക്രം. അപ്പം നെക്സ്റ്റ് ടൈം ആയെങ്കിൽ നിങ്ങൾ പിന്നെ ഇപ്പം യാത്ര പറയാനില്ല, അങ്ങോട്ടല്ലേ വരുന്നത്. ഓക്കെ, ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾ മുന്നേ പോകാൻ ഞങ്ങൾ പറയാൻ വന്നേക്കാം. ഇവിടെയുള്ള ആളിനോടെല്ലാം പറഞ്ഞായിരുന്നു പോവാന്ന്. ഇവിടെ നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. പുള്ളി ചോദിച്ചു എങ്ങനെയുണ്ട്, നേപ്പാൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. എനിക്കല്ല, ഇവിടെ ആയിരുന്നുകൊണ്ട് വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ സേഫായിട്ട് കിടന്നു. കാഠ്മണ്ഡുവിൽ വന്നിട്ടേ ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. എന്ത് പെട്ടെന്ന് 5-6 ദിവസം പോയത്. ഓക്കെ, കുറച്ച് 10-15 കിലോമീറ്റർ ടൗണാ. റിംഗ് റോഡിൽ കൂടെ ഒക്കെ ഓടണം, എന്നാലേ നമ്മൾ മറ്റേ ഹൈവേയിലേക്ക് കയറുള്ളൂ. വിഷ്ണുമതി നദിയായി ഒഴുകുന്നത്, വെള്ളമൊക്കെ വളരെ കുറവാണ്. മുത്തനാണെ കാഠ്മണ്ഡുവിൽ നിന്ന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. അതെ, ഭയങ്കര മടിയാ തിരിച്ചു പോവാൻ. ഞാന് നമ്മുടെ വണ്ടിയൊക്കെ വിട്ടിട്ട് ലോറിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവരുടെ കൂടെ അങ്ങ് കൂടിയാലോ എന്ന് വിചാരിക്കുക. എങ്ങനെയുണ്ട് നമ്മുടെ ലോറിയിലുള്ള യാത്ര? ഇറ്റ്സ് നൈസ് ആക്ച്വലി. നല്ല കംഫർട്ടാണ്. നിങ്ങൾ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ ഇത്ര ഹൈറ്റിൽ ഇരിക്കുന്നോണ്ട് അത്രയ്ക്ക് ഇല്ല, നല്ല അത് തന്നെയല്ല വിഷ്വൽ, നല്ല വ്യൂ ആണ്. ലോറിക്കകത്ത് കയറുന്നതേ ഞാൻ ആദ്യമായിട്ടാണ്. വിമൻ എംപവർമെന്റ് ഒക്കെ നമ്മൾ പറയുമ്പോഴേ സ്കിൽസ്, ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അതെ, അപ്പൊ ഞാനിവിടെ ഈ ജെൻഡറിലാണ് വർക്ക് ചെയ്യുന്നതേ. അപ്പൊ നമ്മളെപ്പോഴും ഈ 8 കൺട്രീസിലുള്ള ജെൻഡർ ഇൻഇക്വാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചെയ്യാറുള്ളത്. അഡോളസന്റ് ഗേൾസിനെയൊക്കെ പല സ്കിൽസിൽ കൊണ്ടുവരിക, അങ്ങനെയൊക്കെയുള്ള ചെയ്യുമ്പോഴേ
ഇവിടെ ദേ 2 വിമൻ ആൻഡ് യങ് ഗേൾ അതോ വരുന്ന കാണുമ്പോഴേ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, അവൾ ഓടിച്ചു പോകുന്നത് ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കണം. അതൊരു പ്രാക്ടിക്കൽ സ്കില്ലാണ്, യുനോ ലൈഫിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള സ്കിൽസ്. അതും കൂടെ അക്വയർ ചെയ്യണം. എഡ്യൂക്കേഷൻ മാത്രമല്ല, ഇങ്ങനെയുള്ള സ്കിൽസ് കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കോൺഫിഡൻസ് ബിൽഡിങ്ങിനും വളരെ ഇതാണ്, യുനോ അതുകൂടെ ഇനി ഐ തിങ്ക് എത്ര പേർക്ക് പിന്നെ ഇവരൊരു പ്രചോദനമായിരിക്കും അല്ലേ. ഗ്രേറ്റ് ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും. അതിനല്ല മുത്തപ്പ 22 വയസ്സിൽ എത്ര സ്റ്റേറ്റ് അതെ, ഞാൻ 24 സ്റ്റേറ്റ് പോയി. പിന്നെ ലഡാക്ക് ട്രിപ്പിലൊക്കെയുള്ള അവള് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടേ ഇപ്പൊ അടുത്ത രാജ്യത്തും വന്നു, അത് ലോറയിൽ പുതിയൊരു രാജ്യത്തേക്കും എത്തിയല്ലേ. അതെ, 600 കിലോമീറ്റർ നേപ്പാളിനകത്തൂടെ വണ്ടി ഓടിക്കും. ഇനി അങ്ങനെ ഓരോരോ രാജ്യങ്ങൾ താണ്ടി കടക്കാവുന്നതേ ഉള്ളൂ മുത്തേ, അല്ലേ? നമ്മൾ ലോറിയിലും കരവനിലും ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക. ആന്ധ്ര വണ്ടിയാ പുള്ളി കൈ കാണിച്ചേ. ഇവിടുത്തെ ആ ബസ്സുകളെല്ലാം കണ്ടോ, അതെല്ലാം വലിയ വണ്ടിയാണ്, പക്ഷെ പൊക്കം കുറച്ചാ ബോഡി ചെയ്തേക്കുന്നത്. തിരക്കുണ്ട്, രാവിലെയും തിരക്കുണ്ട്. അത് നമ്മളിപ്പോൾ 11:30 ആയില്ലേ, 10 മണിക്ക് പോകണമെന്ന് ഓർത്താ. നല്ല തിരക്കാണ്. നമ്മളൊരു 10-15 കിലോമീറ്റർ വേണം ഔട്ടറിലേക്ക് പോകാൻ. അതെ, അവിടെ വിക്രം അവിടെ നിർത്തിയിട്ടുണ്ട്, അതിലെ ലെഫ്റ്റ് കയറി പോണേ. കൊട്ടേശ്വർ, ഈ സ്ഥലപ്പേര് കൊട്ടേശ്വർ. ഈ കൊട്ടേശ്വർ എന്ന് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് മംഗലാപുരത്തിനടുത്ത് കൊട്ടായകാറുണ്ട്, ആ സ്ഥലപ്പേരാന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇത് ഭക്തപൂരിന്റെ ഇത് തന്നെയാണ്. ഭക്തപൂർ എന്ന് പറയുന്ന സിറ്റിക്കല്ല നമ്മള്. ഇത് ഭക്തപൂർ ഡിസ്ട്രിക്ട് തന്നെയല്ലേ? അതെ, ഭക്തപൂർ ഡിസ്ട്രിക്റ്റ് ആണിത്. കാഠ്മണ്ഡു, ലളിത്പൂര്, ഭക്തപൂര്, കാഠ്മണ്ഡു, ഇങ്ങനെ ഈ 3 ഡിസ്ട്രിക്ട് ചേരുന്നതാണ് കാഠ്മണ്ഡു ടൗൺ. അപ്പോൾ ആ സൈഡ് നല്ല തിരക്കാണല്ലോ. നമ്മൾക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ലോറികളെല്ലാം അല്ല, അങ്ങോട്ടും ലോറികൾ പോകുന്നുണ്ട് കേട്ടോ. ടൗണിലേക്ക് അങ്ങനെ പോകുന്ന വണ്ടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വന്ന് റിംഗ് റോഡിൽ കയറി. ഇത് കാഠ്മണ്ഡുവിനെ ചുറ്റിയുള്ളൊരു റിംഗ് റോഡായത്. ചീൻ നേപ്പാൾ ബീച്ച് നിരന്തർ മിത്രത. അത് അതിനു വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം ചൈനയായിട്ട് ടൈപ്പിൽ ഉണ്ടാക്കിയേക്കുന്ന റിംഗ് റോഡാണ്. അതാണ് ചൈനയുമായിട്ടുള്ള ഒരു ടൈപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമ്മളാ മഴയും കൊണ്ട് വന്നേന്ന് തോന്നുന്നു. നമ്മള് വന്ന് 3 ദിവസം ജനറസ് ആയിട്ട് മഴ കൊടുത്തിട്ടാണ് പോകുന്നത് അല്ലേ? 4 ദിവസം 4 ദിവസം മഴയായിരുന്നു. ഇന്നലെ തൊട്ട് ഇവിടെ കണ്ടോ, ഇതെല്ലാം 4 ലൈനാ, പക്ഷെ ഡിവൈഡർ ഇല്ല നിനക്ക്. ഈ ഉണങ്ങിയ പോലെ നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങളെല്ലാം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേനും പൂക്കാൻ തുടങ്ങും. നല്ല വയലറ്റ് പൂക്കളുണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ വിന്ററിൽ നിന്ന് സമ്മറിലേക്ക് കയറുന്ന ഒരു ഇതില്ലേ, ആ സമയത്ത് ഇവിടെ ഭയങ്കര പൊല്യൂഷൻ കൂടും. ഇപ്പൊ ഇത്രയും ടൗണിൽ കൂടെ വന്നിട്ടേ ആരെങ്കിലും ഓൺ അടിക്കുന്നത് ആരും ഓൺ അടിക്കുന്നില്ല. കൾച്ചർ വളരെ കുറവാ. അത് നല്ലതാ. വരുമ്പോ നന്നായിട്ട് മനസ്സിലാവും. അതെ, ഒരു ബീഹാർ, UP അവിടെ എല്ലാം ഉള്ള വാരണാസിയിലൊക്കെ ചെല്ലുമ്പോൾ ടൗണുകളിലൊക്കെ ഭയങ്കരമായിട്ട് ഓൺ അടിയാ. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പൊതുവെ സമാധാനപ്രിയരാണ് ഇവര്. വെയിലുള്ളതുകൊണ്ട് കണ്ടോ കുറച്ച് നല്ല തെളിച്ചമുണ്ട്. ചുറ്റും മലനിരകളുണ്ടോ. ഇപ്പോഴേ ബീച്ചാറിന് അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്നാന്നറിയോ, പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഇവരോട് അങ്ങ് പോകുന്നുള്ളൊരു പ്രതീക്ഷയാണോ അതോ പോകാതിരിക്കാൻ വേണ്ടിയാ വേണ്ടി നിർത്തി ഇവിടെ നിർത്തിക്കോളൂ, ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരി, ഒരു പ്രാവശ്യം കൂടെ ബൈ പറയണില്ല, നമ്മള് കാണുമെന്നുള്ളൊരു വിശ്വാസത്തിൽ ഇറങ്ങണം. സേഫ് ട്രിപ്പ്. നിങ്ങൾ രണ്ടുപേരും, നിങ്ങൾ 3 പേരും സേഫ് ആയിട്ട്. അപ്പം അവര് നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ നമ്മൾക്ക് നേരെ പോയേക്കാം. അവരിവിടെ തിരിഞ്ഞു പോകും. നമ്മൾ വന്നപ്പോൾ നല്ല തണുപ്പും മഞ്ഞും കോടമഞ്ഞൊക്കെ ആയിരുന്നു. ഇപ്പൊ നല്ല തെളിഞ്ഞ അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണാൻ പറ്റി. അത് തന്നെയല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നേ, നല്ല ഇറക്കം ഇറങ്ങി ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ രാത്രി ആയിരുന്നോണ്ടൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം അങ്ങോട്ട് കണ്ട് കണ്ടങ്ങ് പോവാം. സിഗ്നലുകളിലൊന്നും വലിയ ബഹളങ്ങളൊന്നുമില്ല. ബാഗ്മതി റിവർ ആയത്. സ്റ്റാലിയൻ ഇവിടെയുണ്ട്. സ്റ്റാലിയൻ ഇവിടെ നമുക്ക് സർവീസ് റോഡിലേക്ക് ഇറങ്ങണം. സർവീസ് റോഡല്ല, ഇത് വേറൊരു റോഡാണ്. നമ്മൾ റിംഗ് റോഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഇതാണ് കലങ്കി എന്ന് പറഞ്ഞ സ്ഥലം. ഇത് കലങ്കി. അപ്പം നമ്മൾ റിംഗ് റോഡിൽ നിന്നൊക്കെ ഇറങ്ങി നമുക്ക് പോകേണ്ട ഹൈവേയിൽ വന്ന് കയറി. അപ്പോൾ ഇവിടെ നല്ല തിരക്കാണല്ലോ. ഇതെല്ലാം യാത്രക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തിയേക്കുന്ന വണ്ടികളാണ്. ഈ ട്രാവലറും ഇതെല്ലാം. ഇതൊരു പെട്രോൾ പമ്പ് അല്ല, ഇതെല്ലാം ഓരോ ഗ്രാമങ്ങളിൽ ഇത് പൊക്ര പോകുന്ന വണ്ടികളാണ് അത് കൂടുതലും കേട്ടോ.
ഇവിടുന്ന് പൊക്ര എനിക്ക് തോന്നുന്നു ഒരു 150 കിലോമീറ്റർ കാണും. അല്ല അതും ഒരു പെട്രോൾ പമ്പാണ്. കുഞ്ഞു കുഞ്ഞു പെട്രോൾ പമ്പുകൾ. പണ്ടത്തെ പമ്പുകൾ അതാ. ഇവിടുന്ന് നമ്മളിതിപ്പോ ചെറിയ കയറ്റം കയറി പോവാണല്ലോ. ഇവിടുന്ന് ഈ കയറ്റം കയറി ടോപ്പിൽ ചെല്ലും. ടോപ്പിൽ ചെന്നിട്ട് പിന്നെ താഴോട്ട് മൊത്തം ഇറക്കമാണ്. കാഠ്മണ്ഡു എന്ന് പറയുന്നത് നമ്മുടെ കശ്മീർ താഴ്വര പോലൊരു വലിയ ഒരു താഴ്വരയാണ്. അതാണ് നമ്മൾ ഒരുപാട് മലകൾ കയറി ഒത്തിരി മുകളിൽ വന്നിട്ട് പിന്നെ കുറച്ച് ദൂരം താഴേക്ക് ഇറങ്ങുക. ആ കാണുന്ന മലകളൊക്കെ ഇനി നമുക്ക് കയറാനുള്ളതാണോ? ഇല്ല, ആ മല കയറണ്ട, അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വഴികളൊക്കെ ഇവിടെ പണിയുന്നതിന് മുമ്പൊക്കെ എന്നാ ഇതായിരുന്നല്ലേ, കഷ്ടപ്പാടായിരുന്നു. അതായത് ചെറിയ വഴികളായിരുന്നു. ആ, മഴക്കാലത്തൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന ആ ഹൈവേയിലെ തന്നെ ഒരു മെയിൻ ഒരു പാലം പോയിട്ട് പുതിയ പാലം പണിതുകൊണ്ടിരിക്കല്ലേ, എന്നിട്ട് നദിയിൽ കൂടെ ഇറങ്ങിയല്ലേ വന്നേ. അപ്പം മഴക്കാലത്ത് ആ നദി വെള്ളം വന്നാൽ വഴി ബ്ലോക്കാ, പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയല്ല. ചിലപ്പം മഴക്കാലത്തിന് മുമ്പ് ആ പാലം പണി തീരുമായിരിക്കും. നമ്മളീ പോകുന്ന ഹൈവേ NH3 ത്രിഭുവൻ ഹൈവേ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ അച്ഛൻ വിളിച്ചായിരുന്നു കേട്ടോ, ഡോൺ ബോസ്കോ സ്കൂളിലെ അച്ഛൻ വിളിച്ച് ചോദിച്ചായിരുന്നു നിങ്ങൾ ഇറങ്ങിയോ പോയോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അച്ഛനെ ഇന്നലെ പറഞ്ഞായിരുന്നു രാവിലെ ഇന്ന് അതിലേ ചെന്നിട്ട് പോകാന്നൊക്കെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ രാവിലെ പോകുമെന്ന് പറഞ്ഞു. രാവിലെ പോകുമെന്ന് പറഞ്ഞിട്ട് 11:30 അവിടെ വന്ന് വണ്ടി എടുക്കുമ്പോൾ. നമ്മള് 10:30 കഴിഞ്ഞ് പോകുന്നില്ലേ, അന്ന് ഗ്ലാസ് ഒക്കെ തുടച്ച് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം അടുക്കി പിറക്കിയൊക്കെ വെച്ച് ഇച്ചിരി സമയം പോയി. പിന്നെ 10 മണിക്കല്ലേ ഗോഡൗൺ തുറക്കത്തുള്ളൂ. അതെ, ഗോഡൗൺ 10 മണിക്ക് തുറക്കുള്ളായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത്രയും താമസിച്ചത്. കാളിക ഭൈരവ് ജാത്ര 2082. ഇവിടെ ഇപ്പം 2082 വർഷം. താമസിയാതെ ഒരു 10 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആവും, 2083 ആവും. നമ്മളിപ്പോഴും 2016 അതെ അതെ, അല്ല 26 16 അതെ. ഇതുണ്ട്, അതൊരു പാലമായിരുന്നു. പണി തീരുന്ന ഫുൾ അടിയെല്ലാം കണ്ടോ ഇരുമ്പാ. ഇവിടെ ഈ ഭൂമികളൊക്കെ ഉണ്ടാകുന്നോണ്ടേ പാലമൊക്കെ ആണെങ്കിലും അതുപോലെ പണിതില്ലെങ്കിൽ. അതെ, ധൻകോട്ട് ത്രിഭുവൻ പാർക്ക്. അപ്പം നമ്മൾ കാഠ്മണ്ഡുവിൻ്റെ ഔട്ടറിലെത്തി. തൻകോട്ട് എന്നാണ് ഈ സ്ഥലപ്പേര്. വലിയ വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ലോറികൾ തന്നെ, എല്ലാം നേപ്പാൾ വണ്ടി. ഇന്ത്യൻ വണ്ടികളൊക്കെ എനിക്ക് തോന്നുന്നത് നേരത്തെ വന്നതാണ്. രാത്രി വരും, രാത്രി വന്നിട്ട് ലോഡ് ഇറക്കുന്നിടത്തൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇറക്കിയിട്ട് വൈകുന്നേരം ഒരൊറ്റ പിടിയിൽ തിരിച്ച്. ആ മലയുടെ മുകളിൽ കൂടെ എല്ലാം വീടുകളുണ്ട്. മലയുടെ മുകളിലല്ല, മലഞ്ചെരുവുകളിൽ. ചെരുവുകളിലും ഉണ്ട്, മുകളിലും ഉണ്ട്, മൊത്തം വീടുകളാ. ഇവിടെ ബ്ലോക്കാണോ? അല്ല, റൈറ്റ് സൈഡിൽ കൂടെ പോവാം. വണ്ടികൾ അവിടെ നിർത്തിയേക്കുന്ന ഇത് ബംഗാൾ വണ്ടിയാണല്ലോ. ഇത് വെസ്റ്റ് ബംഗാൾ, ഇതും വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. ടാറിലോടും കൊണ്ട് വന്നതാണ്. ഇതെല്ലാം ടാറ്റയുടെ മാർക്കോ പോളോ ഈ ബസ്സുകളെല്ലാം. കുറേ നേരം നമ്മൾ ചെറിയ സ്ലോപ്പായിട്ട് ഇങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുക. ഈ വണ്ടികളെല്ലാം ഇവിടെ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു പോകാനുള്ള വണ്ടികളാണ്. ഇതെല്ലാം നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും ഇങ്ങോട്ട് സാധനങ്ങളൊക്കെ വരുന്നത്. ചൈനയുടെ അടുത്തുള്ളതും ചൈനയിൽ നിന്നും വരുന്നുണ്ട്. കൂടുതലും ഇന്ത്യയിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ മെയിൻ ടൗൺ കാഠ്മണ്ഡു അല്ലേ. കാഠ്മണ്ഡു ഇന്ത്യ ആയിട്ട് അടുത്തല്ലേ കിടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കടൽ മാർഗമുള്ള ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അത് കൽക്കട്ടയിൽ നിന്നും ബോംബെയിൽ നിന്നും മെയിനായിട്ട് കൂടുതൽ വണ്ടികൾ വരുന്നത്. കയറ്റം, ഇങ്ങോട്ടുള്ള കയറ്റം നമ്മൾ കയറി തീർന്നു. ഇനി മൊത്തം ഇറക്കം മാത്രമേ ഉണ്ടാവും. ചെറിയ കയറ്റം ഇടയ്ക്ക് കാണും കേട്ടോ, എന്നാലും കുറേ ദൂരം കുത്ത ഇറക്കമാണ്. ഇനി ഈ അപ്പറയാണ് നമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയത് വെളുപ്പിനെ ഇങ്ങോട്ട് വന്നപ്പം. എന്നിട്ട് പിന്നെ രാവിലെ ലോഡ് ഇറക്കാൻ വേണ്ടി പോയെ. 3 മണിക്ക് ലോഡ് ഇറക്കാൻ പോയി. 1:45 കൊണ്ട് നിർത്തിയിട്ട് 3 മണിക്ക് എടുത്തോണ്ട് പോയി വെളുപ്പിനെ. ഉണ്ടാവും വണ്ടികളൊക്കെ എന്നാ പതുക്കെ കയറി വരുന്നത്. ഇതല്ല ഇന്ത്യൻ വണ്ടിയാണ്, രാജസ്ഥാൻ. ഇങ്ങോട്ട് നടന്ന് കയറി വന്നോടൊക്കെ നമുക്ക് പറന്നിറങ്ങണ്ടേ? പറന്നല്ലേ, പതുക്കെ പറക്കണ്ട, ഓടി ഇറങ്ങിയാൽ മതി. അതെ, ഓടി ഇറങ്ങിയാൽ മതി, പറന്നിറങ്ങണ്ട. അതുകൊണ്ടോ ആ വഴിയെല്ലാം നമുക്ക് പോകേണ്ട വഴികളാ. എന്ത് താഴെയാന്ന് നോക്കിയത്, അതിൽ കൂടെ വണ്ടി വരുന്നുണ്ടോ? അതിലെ അങ്ങനെ പോകണ്ട. അത്രയും ഹൈറ്റിലാണ് നമ്മുടെ കാഠ്മണ്ഡു. എനിക്ക് എന്ത് താഴെ കൂടെ വണ്ടി പോകുന്നതെന്ന്. ഇവിടെ എങ്ങാണ്ട് ഒരു ടണൽ വരുന്നുണ്ട്. ടണൽ വന്നാൽ പിന്നെ കുറച്ചുകൂടെ എളുപ്പമാകും. ടണലിൻ്റെ പണി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങോട്ടേ എനിക്ക് വന്നേ നമ്മൾ അവിടെ നിന്ന് പുള്ളി ചെയ്തുകൊണ്ട് പോന്നാ. തിരിച്ച് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പുള്ളി ചെയ്താൽ മൈലേജ് അറിയാം. 1 കിലോമീറ്റർ വല്ല മൈലേജ് കിട്ടിക്കാണുള്ളൂ. അരട്ടാങ്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ചെല്ലണ്ട ഓടി. ഒരു സൈഡ് വന്നപ്പോൾ തന്നെ 200 ലിറ്ററിന് മുകളിൽ തീർന്നു. എന്നുവെച്ചാൽ ഒരു 1.5 കിലോമീറ്റർ മൈലേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലത്തെ കയറ്റമല്ലേ. അതുകൊണ്ട് ഇങ്ങോട്ട് ലോഡ് എടുത്താൽ നമുക്ക് സ്ഥലം കാണാമെന്നുള്ളതല്ല, വേറെ ഗുണമൊന്നും ഇല്ല.
കണക്ക് മാത്രമേ തിരിച്ചു ചെല്ലുമ്പോൾ കാണുള്ളൂ. പിന്നെ ഇവിടെ ടോളില്ല. ആ അതെ, 30 രൂപ ടോളായുള്ളൂ. ടോളില്ല. നേപ്പാളിനകത്ത് കയറിയ പിന്നെ അല്ലേ 30 രൂപ, ഇവിടുത്തെ 30 രൂപ ടോളായുള്ളൂ. പിന്നെ വഴി നല്ല പിരിവുണ്ട്, പോലീസുകാർ നല്ല പിരിവുണ്ട് വഴിയിൽ. ഇപ്പോഴേ നമ്മളിപ്പോൾ ഇത്രയും തന്നെ ഇറങ്ങി വന്നു, വണ്ടി പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി എത്തി. അങ്ങോട്ട് ഈ ലോഡും കൊണ്ട് ഈ കയറ്റം വലിച്ച് കയറി ചെല്ലണുണ്ടല്ലോ, 1 മണിക്കൂറിൽ ഒരു 10 കിലോമീറ്റർ പോലും ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഫസ്റ്റ് തന്നെ വരണം കുറേ ദൂരം. താഴെ ഒരു ടണൽ പണിയുന്നുണ്ട്. ആ ടണൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കയറ്റം ഒഴിവാകും. എന്നാലും വേറെ ഒരുപാട് കയറ്റങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴിയാണ് മുകളിൽ കാണുന്നത്. ഇനി നമുക്ക് ഇറങ്ങി പോകേണ്ട വഴിയാണ് അങ്ങ് അകലെ കാണുന്നത്. അതിങ്ങനെ ഇറങ്ങി ഇതുണ്ടോ, അവിടെ എവിടെയോ ടണൽ പണിയുന്നുണ്ട് ആ ഭാഗത്ത്. അതിലെ ഇങ്ങനെ ഇറങ്ങിയാണ് പോകേണ്ടത്, എങ്ങ് താഴോട്ട് ഉണ്ടോ. ഇങ്ങ് വണ്ടികളൊക്കെ ഉറുമ്പ് പോലെ പോകുന്നതാണ് അങ്ങ് വരെ. ഇത് കരിക്ക് ലോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് പോകുന്നത്. വണ്ടി കണ്ടോ എന്നാ പതുക്കെയാണ് വരുന്നതെന്ന്. ഒരു 5 കിലോമീറ്റർ സ്പീഡേ കാണുള്ളൂ. അത് തന്നെ കാണുമെന്ന് തോന്നില്ല. നമ്മളും ഇങ്ങനെ കയറി പോയത് അങ്ങോട്ട്. അതെ, നമ്മൾ രാത്രി കയറി. അതുകൊണ്ടോ ആ വണ്ടി ഇവിടെ മറിഞ്ഞാന്ന് തോന്നുന്നു. ആ അയ്യോ, വണ്ടി മൊത്തം പോയി. ആ വണ്ടിയുടെ ഫ്രണ്ട് എവിടെ ഇടിച്ചിട്ടുമുണ്ട്, മറ്റേ വണ്ടിയുടെ ബോഡിയെല്ലാം പോയി. ബോഡിയും ടയറൊന്നും ഇല്ലല്ലോ. താഴെ പോയതാണോ അതെ റോഡിൽ തന്നെ മറിഞ്ഞാണോ? മോളിൽ കൂടെ വണ്ടി കയറി പോകുന്നുണ്ടോ? അതെ കണ്ടോ, എനിക്ക് വണ്ടി ഇറങ്ങിപ്പോന്നേ ഇങ്ങനെ കറങ്ങി. ഓ ഇങ്ങോട്ട് കയറി വന്ന് എന്ത് സമയം എടുത്തു നമ്മളല്ലേ. അതെ, നമ്മളിപ്പോൾ ആ വഴിയാണ് വന്നത്. വണ്ടികളൊക്കെ പതുക്കെ പതുക്കെ കയറി പോകും. എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രീനഗറിന് പോകുമ്പോൾ ഉള്ള കയറ്റത്തിനെക്കാട്ടി കൂടുതൽ കയറ്റമാണ്, അതിലും വലിയ കയറ്റമാണ്. വളവിന് വേറൊരു വണ്ടി കൂടെ കയറി വന്നു പെട്ടയ്ക്ക്. എന്നാ പതുക്കെ വണ്ടി പോകുന്നതല്ലേ. അതെ അതെ, നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് പോയത്. അതെ, ടിപ്പറുകാരൻ ആ ലോഡും വെച്ചാ കയറി വന്നേ. ആ 6 വീൽ വണ്ടിയല്ലേ, മറ്റേ 12 വീലും അല്ലേ. ഇടിഞ്ഞു വരാതിരിക്കാൻ അവിടെ എല്ലാം കെട്ടിക്കൊണ്ടിരിക്കുക. ഇതുവഴി റോഡ് പണി എന്ന് പറഞ്ഞാൽ ഒരു ടാസ്കാ. അതെ അതെ, അതുകൊണ്ട് വലിയ മലയല്ലേ. നഗ്ദുങ്ക ടണൽ. ആ ഇത് പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കയറ്റം ഒഴിവാകും. അതെ അതെ, ഇത് നല്ലൊരു കയറ്റമാ. നല്ലൊരു കയറ്റമാ. താഴെ ഇവിടെ വരെ വരുന്ന പിന്നെ അത്രയും കുത്ത് കയറ്റം ഇല്ലെന്നേ ഉള്ളൂ, സ്ലോപ്പായിട്ടുള്ള കയറ്റം ആവും. കുറെ ദൂരം ഉണ്ട്. പിന്നെ നമ്മള് സൊനോലി ബോർഡറിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഒരു 10-25 കിലോമീറ്റർ വന്നാൽ 30-40 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം കയറ്റം. തണുപ്പൊക്കെ കുറഞ്ഞ് ചൂടായി. ഇപ്പൊ താഴേക്കൊക്കെ ചെല്ലുമ്പം ചൂട് കൂടി വരും. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ യുപിയിലൊന്നും വലിയ ചൂടാകാൻ തുടങ്ങിയില്ലേ. ഇല്ലായിരുന്നു. ഇപ്പൊ തിരിച്ചു ചെല്ലുമ്പോഴത്തേനും നല്ല ചൂടായിരിക്കും. ഇനിയിപ്പം വളവുകളൊക്കെ തിരിച്ച് അങ്ങ് ഇറങ്ങാം. താഴേക്ക് കാലിവണ്ടി ആയതുകൊണ്ടും താഴേക്ക് ഇറങ്ങുന്നതായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നതിലും സ്പീഡിൽ നമ്മൾ അങ്ങോട്ട് താഴേക്ക് ഇറങ്ങിച്ചിട്ട് കാലിക്കുറ്റിയെല്ലാം ബോർഡറിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഗ്യാസ് എടുക്കാൻ പോയി വണ്ടി. ഗ്യാസ് വലിയ ടാങ്കറുകളാണ് വരുന്നത് കണ്ടേ. പിന്നെ ഇങ്ങനെയും വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ചിലപ്പോഴേ ഇവിടെ തന്നെ ലോക്കലായിരിക്കും ചിലപ്പോൾ. നമ്മളെ ഇന്ത്യയിൽ നിന്ന് വരുന്ന മൊത്തം വലിയ ടാങ്കറുകൾ കണ്ടേ. ഇവിടെ മൊത്തം തട്ടുതട്ടായിട്ടുള്ള കൃഷികളാണ്. കുറേ നേരമായി ഇവിടെ ബ്ലോക്കായി നമ്മൾ കിടക്കാൻ തുടങ്ങിയിട്ട്. പുറകോട്ടെല്ലാം നീണ്ട ലൈനാണ്, അങ്ങ് വരെ വണ്ടിയായി. താഴെ നിന്നുള്ള വണ്ടികൾ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും താഴെ നിന്ന് ഓപ്പൺ ചെയ്ത് വിടുമ്പോഴേ ഈ ലോറികളെല്ലാം പതുക്കെയല്ലേ വരുള്ളൂ. അതുകൊണ്ടുകൂടെ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് തുറക്കാൻ താമസിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മുടെ സൈഡ് ഓപ്പൺ ആകാൻ താമസിക്കുന്നത്. ആ പോകുന്ന സവോളയാണ് ആ വണ്ടിയിൽ പോകുന്നത്. ടൂറിസ്റ്റ് ബസ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒത്തിരി ബസ് പോയിപ്പോൾ. അതേ വണ്ടികളെല്ലാം പോകാൻ തുടങ്ങി. നമ്മുടെ എയർ ഇറങ്ങിപ്പോയി. എയർ ചെറിയ ലീക്കുണ്ട്. ഹാൻഡ് ബ്രേക്ക് എടുത്തു. ആ ഒരു ശകലോടൊക്കെ പുറകിലെ നല്ല നീണ്ട ക്യൂ ആവും. നമ്മുടെ പുറകിൽ കിടന്ന ഒരു വണ്ടി നമ്മൾ മാത്രം കിടന്നു. ബാക്കി പുറകിൽ നിന്നുള്ള വണ്ടികൾ കയറിപ്പോയി. ആ വളവിന് നല്ല ഇടയുണ്ടായിരുന്നു, വീതി ഉണ്ടായിരുന്നു. ഇതെല്ലാം ടൂറിസ്റ്റുകൾ വരുന്ന വണ്ടിയാണ്. ഭൈരവ കാഠ്മണ്ഡു.
ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട്. അതെ, അപ്പുറം ടാറിങ് നടക്കുന്നുണ്ട്. ത്രിഭുവൻ ഹൈവേ ഇത്, ത്രിഭുവൻ ഹൈവേ NH3. ഫോറിനേഴ്സ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇവിടെ. അല്ല, അങ്ങോട്ട് പോകുന്ന വണ്ടി ഇവിടെ തടഞ്ഞേക്കുക. എന്ത് വണ്ടികളാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ വേനലായാൽ പിന്നെ ഭയങ്കര പൊടിയാ. അതിനെന്തറിയോ, പൗഡർ പോലത്തെ മണ്ണാണ്, അതുകൊണ്ട് അത്രയും പൊടി. നമ്മള് വെളുപ്പിനെ പോയായിരുന്നല്ലേ ചിലപ്പോ രാത്രി ആകുമ്പോ അല്ലേ ബോർഡർ. അതെ അതെ, വെളുപ്പിനെ പോയായിരുന്നാ ചെയ്താനേ. ഇനിയിപ്പോ നാളെ രാവിലെ രാവിലെ അല്ലേ ഉള്ളൂ. അങ്ങോട്ട് പിന്നെ ബ്ലോക്ക് ഉണ്ടോന്നും അറിയത്തില്ലല്ലോ. അറിയത്തില്ല, രാത്രിയിൽ ഓടുകയും ചെയ്യണം. നമ്മൾ നാട്ടിൽ നിന്ന് 3425 കിലോമീറ്റർ ഓടിയാണ് കാഠ്മണ്ഡുവിലെത്തിയത്. അത് നമ്മൾ കർണാടകയിൽ പോയി ലോഡ് കയറ്റിയോണ്ട് കുറച്ച് ദൂരമുണ്ട്. നേരെ വരാനാണെങ്കിൽ ഇത്രയും ദൂരം ഇല്ല. അതെ, ശരിക്കും നമ്മൾ ശ്രീനഗർ പോകുന്ന ദൂരം ഇല്ല നാട്ടിൽ നിന്ന്. എന്നുവെച്ചാൽ നമ്മൾ UP നിന്ന് പിന്നെ തിരിഞ്ഞ് ഇങ്ങോട്ട് കയറുകയല്ലേ. അതെ അതെ. ശ്രീനഗർ നമ്മൾ ചെല്ലണമെങ്കിൽ 4000 കിലോമീറ്റർ ഇല്ലേ? 4000 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒക്കെ ഇനിയിപ്പോൾ ടാർ ചെയ്ത് വരുന്ന, മോളിൽ നിന്ന് ടാർ ചെയ്ത് വരുമായിരിക്കും. ടാറിങ്ങിന് വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ടേക്കാം. ഇവിടെ BS3 വരെ ആയിട്ടുള്ളൂ. BS4 വണ്ടികളൊന്നുമില്ല, BS4 6 ഒന്നുമില്ല. BS3 വരെ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ നേപ്പാളിലെ ബാഗ്മതി പ്രദേശിൽ നിന്ന് ഇറങ്ങി അടുത്ത സംസ്ഥാനത്ത് കയറി. ഇവിടെ കയറി നല്ല വീതിക്ക് പണിതുകൊണ്ടിരിക്കുക റോഡ്. ഇതുണ്ടോ, ആ സൈഡിട്ട് അറിയാൻ വേണ്ടി എല്ലാം സെറ്റാക്കിയിട്ടേക്കുക. വലിയ ഇറക്കമെല്ലാം ഇങ്ങനെ ഇറങ്ങി. ഇതുണ്ടോ, ഇലക്ട്രിക് വണ്ടിയുടെ ചാർജിങ് പോയിന്റ് ഉണ്ടോ. ഇത് വലിയ വണ്ടിക്ക് ചാർജ് ചെയ്യുന്ന ഇപ്പുറം ഇരിക്കുന്നത്, ആ ചെറുത് കാറിനുള്ളതാണ്. 5 സ്ഥലത്ത് ചാർജ് ചെയ്യാതെ 5 വണ്ടി ഒരേ സമയത്ത് ചാർജ് ചെയ്യാം. എന്ത് ലോറികളാണ് കയറി വരുന്നത് അല്ലേ. അതെ അതെ, എല്ലാം ഇന്ത്യയിൽ നിന്ന് വരുന്നതായിരിക്കും. പിന്നെ കുറേ വേറെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ കൂടുതലും ഒരു 90% ഇന്ത്യയിൽ നിന്ന് ചരക്കുമായിട്ട് വരുന്ന വണ്ടികളായി ലോറികളെല്ലാം. വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്. പിന്നെ എവിടെയെങ്കിലും നിർത്തി കഴിക്കാം. ഇവിടെ തന്നെ താലിയൊക്കെ ആയിരിക്കും. അല്ലേ, താലി കിട്ടും. താലിയില്ലേ കഴുത്തല്ലൊരെണ്ണം? താലിയില്ലേ? അതുണ്ട്. ആ താലിയല്ല, ഈ താലി. പാലങ്ങളല്ല, ഇടുങ്ങിയ പാലങ്ങളാണ്. ഈ ഹൈവേയിൽ പോരും 2 വണ്ടി കഷ്ടി കടന്നു പോവേ ഉള്ളൂ. കണ്ടോ, വലിയ വണ്ടി 2 പാസ്സായി പോകാൻ പാടാ. അങ്ങോട്ടെല്ലാം ടാറിങ് നടക്കുന്നുള്ളൂ. എന്നാണേലും ഒത്തിരി റോഡുകളായി. റോഡുകൾ ഒരുപാട് നന്നായി. നമ്മൾ 2-3 വർഷം മുന്നേ വന്നതും ഇപ്പോഴുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ പുതിയ ചെറുപ്പക്കാരനായ പ്രധാനമന്ത്രി അധികാരത്തിലേറിയിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലാണ്. ഇനി രാജ്യത്തിന് വികസനം വരുമെന്നുള്ള പ്രതീക്ഷയിൽ. 35 വയസ്സേ ഉള്ളൂ. അതെ, ഒരുപാട് വ്യത്യാസം വരുമെന്നാണ് പറയുന്നത്. അതെ. അല്ല, പണ്ട് പ്രധാനമന്ത്രി ആവുന്നതിന് മുന്നേ മേയറായിരുന്നു കാഠ്മണ്ഡുവിന്. ബാലേന്ദ്ര ഷാ. ഞാൻ പൊടിയാന്ന് നോക്കിയേ, ആ ബൈക്കുകാരൊക്കെ പൊടിക്കകത്ത് കുളിക്കും. കണ്ടോ, ഈ എന്നാ പൊടിയാ പറക്കുന്നുണ്ടോ. കാഠ്മണ്ഡു ചിത്വാൻ വന്ന ബസ്സാണ്. ഒരു മയവും ഇല്ല ഇതിനകത്ത്. വണ്ടികൾ കാണത്ത് പോലും ഇല്ല. നമ്മുടെ ടാറ്റയുടെ വിങ്ങറും ഉണ്ട്. അങ്ങോട്ട് പോയപ്പോഴേ ഇവിടെ എന്ത് പതുക്കെയാണ് നമ്മൾ കയറി പോയത്. യാത്രാസുഖം ഉണ്ടായിരുന്നു, ലോഡുള്ളതുകൊണ്ട്. അതെ, കുലുക്കമില്ലായിരുന്നു. യാത്രാസുഖം കുറഞ്ഞു. നനച്ചു കൊടുക്കുന്നുണ്ട്. നനച്ചു കൊടുത്താലേ നനച്ചങ്ങ് മാറി കഴിയുമ്പോഴത്തേനും ആ വെള്ളം വലിഞ്ഞു പോകും, വീണ്ടും പൊടിയാവും. അതെ, തെളിയുന്ന വെയിലിന് ചൂടുണ്ട്. കണ്ടോ, ഫോർഡിന്റെ റാപ്റ്റർ. അത് നമ്മുടെ ലാൻഡ് ക്രൂയിസർ പഴയ വണ്ടി. ഇതുണ്ട്, ഈ പച്ച നമ്പർ പ്ലേറ്റ് ഉള്ള ബസ്സുകളുണ്ട്. അത് ടൂറിസ്റ്റ് പെർമിറ്റാണ്, ടൂറിസ്റ്റ് വണ്ടികളാണ്. ഈ പച്ച നമ്പർ പ്ലേറ്റ്, പച്ചൽ വൈറ്റ് കൊണ്ട് എഴുതിയേക്കുന്നത്. അത് ബസ്സുകൾക്കാണ് കൂടുതലുള്ളത്. ഇത് ഈ വരുന്ന വണ്ടിയുണ്ട്. ഇത് പെട്ടെന്ന് നമ്മൾ കണ്ടവർക്ക് ഇലക്ട്രിക് ആണോ? ഇലക്ട്രിക് വണ്ടിയല്ല, അത് ടൂറിസ്റ്റ് ബസ്സുകളാണ്. അതിന് പച്ച നമ്പർ പ്ലേറ്റാണ്. നമുക്ക് ഈ പോകുന്ന വഴിക്ക് ഒരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു, മനകാമന ദേവീക്ഷേത്രം. അതിൽ വേറൊന്നുമല്ല, ഒരു റോപ്പ് വേ ആണ്. വലിയൊരു മലമുകളിലേക്ക്. ഒരു മലയല്ല, 2-3 മല കടന്ന് അങ്ങോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. ചെല്ലുന്നേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ഷേത്രം, അത്രേ ഉള്ളൂ, ദേവീക്ഷേത്രം. നമ്മുടെ തിരിച്ചുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ നിന്നും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. നമ്മുടെ വീട്ടു സാധനങ്ങൾ ഇറക്കേണ്ടത് നമുക്ക് തിരുവനന്തപുരത്താണ്. ഈ ബാക്കി അടുത്ത ലോഡ് എങ്ങോട്ടാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതിനനുസരിച്ച് എങ്ങോട്ടേലും വേണം കയറ്റാനില്ല. പിന്നെ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് ഇറക്കി കയറ്റേണ്ടി വരും. ഇറക്കി മറ്റേ ലോഡ് കയറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കേണ്ടി വരും. ചാവലായിരിക്കുന്നു. ചാവൽ ചാവൽ മുത്തിന് ഇവിടുത്തെ ചാവൽ ഇഷ്ടപ്പെട്ടു. അതെ, താലി ഇഷ്ടപ്പെട്ടു.
അപ്പോൾ നമ്മുടെ ചോറും കറികളും ഒക്കെ അതെത്തി. താലിയിൽ ചോറ്, ചിക്കൻ കറി, ഡാൽ കറി, പിന്നെ ചീര പുഴുങ്ങിയ പോലെ, പിന്നെ കുറച്ച് മിക്സ് വെജ് സബ്ജി, തക്കാളി. തക്കാളിയുടെ ഒരു കറി, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതും, പിന്നെ ചട്നിയുണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. അതെ, മുളകുണ്ട്. മുളക് നല്ല എരിവുള്ള മുളകാണ്. പിന്നെ കഴിച്ചില്ല. ചോറ് അൺലിമിറ്റഡാണ്. 850 രൂപ. 850. ചിക്കൻ ഖാന 350 രൂപ, 2 പേരുടെ 700. പിന്നെ ഫ്രൈഡ് റൈസിന് 150 രൂപ. അങ്ങനെ 850 രൂപ. ചില്ലറ മാറി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഇത് ഇന്ത്യയിലോട്ട് കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ബോർഡറിൽ കൊടുത്ത് മാറി മേടിക്കാം വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇനിയും വരുമ്പോൾ ഉപയോഗിക്കാം. എന്തോ അധികം പൈസ ഒന്നുമില്ല. എല്ലാ നോട്ടും ഉണ്ട്. ഇത് 5, ഇത് 10, ഇത് 20, 50, 100, 500, 1000. 2000 ഒന്നും ഇല്ലേ ഇവിടെ? 2000 ഇല്ലെന്ന് തോന്നുന്നു. 1000 വരെ ഉള്ളൂ. ഞാൻ ഓടിക്കാന്ന് ഓർത്തോണ്ടായിരുന്നു. അപ്പോൾ മെയിൻ ഡ്രൈവർ കയറി ഇരിക്കുകയാണല്ലോ ഇത് വന്നിട്ട്. ഡ്രൈവിംഗ് സീറ്റേ കയറി ഇരിക്കുകയല്ലേ? ഇല്ലെങ്കിൽ നീ പോയി കയറിയാലോന്ന് ഓർത്തിട്ടായിരിക്കും. ആയിരിക്കും. അല്ല, ചുമ്മാ ഇരിക്കുന്നതിൽ സുഖമായി വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന ഈ കുലുക്കം. അപ്പം നമ്മളെ ആ മലയെല്ലാം ഇങ്ങനെ ഇറങ്ങി വന്ന് താഴെ വന്ന് പറയാൻ പറ്റിയല്ല, എന്നാലും ഇവിടം തൊട്ട് ഇനി നമ്മൾ ഈ നദിയുടെ തീരത്തൂടെ തന്നെയാണ് പോകുന്നത്. ഇതുണ്ടോ, റൈറ്റ് സൈഡിലൊരു നദിയാണ് ഒഴുകുന്നത്. മലയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ചൂടായി. വെയിലിനൊക്കെ നല്ല ചൂടുണ്ട്. അതെ. ഇനിയിപ്പോൾ ഇവിടെ വേനൽക്കാലം അല്ലേ, മെയ് വരെ. ജൂൺ അല്ല, ഇവിടെ ജൂലൈ തൊട്ടാ മഴ തുടങ്ങുന്നത്. ഇവിടെ എല്ലാം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ രാത്രിയല്ലേ ഓടിപ്പോയെ. മെയിൻ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുക്കാത്ത തന്നെ. മെയിൻ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുക്കാത്തതിനാന്ന്. മെയിൻ ഡ്രൈവർക്ക് ഓടിക്കാൻ കൊടുക്കാം. എനിക്ക് റെസ്റ്റ് തരുവാ, റെസ്റ്റ്. അതെ, കുറച്ച് നേരം കൂടെ ചുമ്മാ ഇരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ തരാം. ഇരുട്ടുമ്പോ അമ്മയ്ക്ക് വണ്ടി ഓടിക്കാനതെ. എനിക്ക് പകല് മതിയായിരുന്നു. ആ കിടക്കുന്ന എല്ലാം ഇന്ത്യൻ വണ്ടികളാണ്, രാജസ്ഥാൻ വണ്ടി, എല്ലാം രാജസ്ഥാൻ വണ്ടി കേട്ടോ. ട്രെയിലർ തന്നെ. ഈ മാർബിളും ഒക്കെ കൊണ്ടുവരുന്ന അവിടുന്ന്. ട്രെയിലറല്ലാവേ രാത്രി കയറി പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ആ കയറ്റവേ തിരക്കില്ലാതെ അങ്ങ് പോകാമല്ലോ, പതുക്കെ അല്ലേ കയറി ചെല്ലുള്ളൂ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ആയിരിക്കും. വലിയ കുത്തിറക്കം കഴിഞ്ഞ് പറഞ്ഞത്. ഗൽച്ചി എന്നായി സ്ഥലപ്പേര്. ഗൽച്ചിയോ? ഭൈരവ പോകുന്ന വണ്ടിയാ കാഠ്മണ്ഡുവിൽ. ഈ ഭൈരവയാണ് നമ്മുടെ ബോർഡർ. അതായത് സോനോലി എന്ന് പറയുന്ന ഇന്ത്യയുടെ ബോർഡറും ഭൈരവ നേപ്പാളിൻ്റെ ബോർഡറും. കാഠ്മണ്ഡുവിന് നമ്മൾ ലോഡും കൊണ്ട് വന്നാൽ ഇവിടുന്ന് പിന്നെ തിരിച്ച് കാലി പോകാനേ പറ്റുള്ളൂ. ഇവിടുന്ന് ലോഡൊന്നും കിട്ടത്തില്ല. ഒന്നെങ്കിൽ ബീഹാർ അല്ലെങ്കിൽ UP ചെന്ന് ലോഡ് കയറ്റി പോകാം. തിരിച്ച് വാടകയില്ല. വളരെ മോശം. നമ്മൾ ആദ്യം വന്നപ്പോഴും അങ്ങനെയല്ലായിരുന്നു. നമ്മൾ ആദ്യം വന്നപ്പോഴും അവിടെ ബോർഡറിൽ നിന്ന് കുറച്ച് അകത്ത് കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയിട്ട് UP പോയി. UP ഗോരഖ്പൂർ പോയാണ്. നമുക്ക് ബോംബെ നിന്ന് നാട്ടിലേക്ക് എന്നാ വാടകയുണ്ടോ ആ വാടക ഇവിടുന്ന് ബീഹാറിൽ നിന്ന് അത്രയും കൂടി ഇല്ല, UP നിന്നും ഒക്കെ അത്രേ ഉള്ളൂ. നേരെ ഡബിൾ ദൂരമുണ്ട്. ബോംബെ 1500 കിലോമീറ്റർ, ഇവിടുന്ന് ഏകദേശം 3000 കിലോമീറ്ററും ഉണ്ട്. പിന്നെ എങ്ങനെ ശരിയാവും? അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും ലോറിയും കൊണ്ട് വന്നാൽ ഒന്നും കിട്ടുകയില്ല. പിന്നെ വന്ന് കാഠ്മണ്ഡു കണ്ടിട്ട് നമ്മളെപ്പോലെ തന്നെ കറങ്ങിയിട്ട് കണ്ടിട്ടൊക്കെ പോകാത്രേ ഉള്ളൂ. അല്ല, ലോറിയും കൊണ്ട് വരുന്നവർക്ക് അതും പറ്റിയല്ല. ഇവിടെ വരുമ്പോൾ സമയമുണ്ടല്ലോ, 72 മണിക്കൂറിനകം തിരിച്ച് ബോർഡർ കിടക്കണം. ഇനി നമ്മളവിടെ ചെല്ലുമ്പോൾ അറിയാം ഞാൻ എത്ര ഫൈൻ എന്നൊക്കെ. ഫൈൻ വരും. അയ്യോ, എന്നെ പൊടിയാന്ന് നോക്കി ഒന്നും കാണത്തില്ല. വണ്ടി വരുന്നുണ്ടോന്നൂടെ കാണാൻ പാടാ. തൃശ്ശൂലി നദിയിൽ നിന്ന് ഒരു മോട്ടർ വെച്ചാൽ മതിയായിരുന്നു ഇങ്ങോട്ട്. അതല്ലേ തൊട്ട് താഴെ നദിയല്ലേ. ഇത് ഇന്ത്യൻ വണ്ടിയാ, അത് അരുണാചൽ വണ്ടിയാ. AR ടൊയോട്ടയുടെ വണ്ടിയാണ്. അത് പഴയ വണ്ടിയാണ്, നല്ല രസമല്ലേ. അതിന്റെ പേര് മറന്നുപോയി ഞാൻ. ഇതുണ്ടോ ഇവിടെ ഈ പാലം ഇവരെ ഇച്ചിരിയുടെ വീതി ഉണ്ടെങ്കിൽ 2 വണ്ടി സുഖമായിട്ട് പാസ്സാകുമായിരുന്നു. ഇവിടെ ഒതുങ്ങി എടുത്തത് ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. ഇത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് ഗ്യാസ് കൊണ്ട് വരുന്ന വണ്ടിയാണ്. കുറച്ച് ദൂരം ഇത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും ഇത് കഴിഞ്ഞ് മൊത്തം അടിപൊളി ടാറിങ്ങാന്ന് ഓർക്കും. പക്ഷെ കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ, വീണ്ടും വഴി മോശമായിരിക്കും. അതെ, ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ല വഴി, കുറച്ച് ദൂരമേ കാണുള്ളൂ. അതെ, ഇതൊക്കെ ഇവിടെ ഗ്യാസ് ഇറക്കിയിട്ട് തിരിച്ചു പോകുന്ന വണ്ടിയാണ്. നദിയിൽ വെള്ളമുണ്ട് കേട്ടോ. വേണ്ട, ആ സൈഡിൽ മണൽ വാരി കൂട്ടിയേക്കുന്നുണ്ടോ. മെറ്റലും ഉണ്ട്. മണൽ അവിടെ വാഷ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ താഴെ നദിയുടെ തീരത്ത് തന്നെ ഒരു ക്രഷറാ മണലടിച്ച് കൂട്ടിയേക്കുന്നുണ്ട്. എന്തേരെയാന്ന്
ഒരു മല പോലെ ഉണ്ട്. ആ നല്ല സൗകര്യമല്ലേ, ആറ്റിൽ നിന്ന് നേരെ വാരി പൊടിക്കുക, മണലരിച്ച് ഇങ്ങോട്ട് കൂട്ടിയിടുക. ഇതുണ്ടോ ഒരു SML വണ്ടി കിടക്കുന്നത്, അതൊക്കെ 4 വീൽ വണ്ടിയാണ്, 4x4 ഓട്ടോയ്ക്കെല്ലാം ചുവപ്പ് കളർ അടിച്ചേക്കുന്നത്. നമ്മുടെ ഈ ഹൈവേയുടെ സൈഡിൽ കൂടെ തൃശ്ശൂലി നദിയാണ് ഒഴുകുന്നത്. അതിങ്ങനെ കുറേ ദൂരമുണ്ട് നമ്മുടെ കൂടെ തന്നെ. വഴിപണിയും ഇപ്പോൾ ഒത്തിരി തീർന്നുകൊണ്ട് പെട്ടെന്ന് ഇങ്ങ് വരുന്നുണ്ട്. ഇപ്പൊ തിരിച്ചു വരുന്നതും കൂടെ ആയതുകൊണ്ട്, ഇറക്കവും കൂടെ ആയതുകൊണ്ടേ വഴിപണി ഒരുപാട് തീരാനും ഉണ്ട്. എന്നാലും പഴയതിനെക്കാട്ടിലും ഒരുപാട് ഭേദമാണ്. അന്ന് നമ്മൾ വന്നപ്പോ ഒക്കെ കുറെ ദൂരം മൺ റോഡായിരുന്നു. ഇവിടെ എല്ലാം വഴി ഭയങ്കര മോശമാണ്. മഴയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മഴയത്താണെങ്കിൽ മൊത്തം ചെളിവാ, വെയിലാണെങ്കിൽ പൊടി. പൊഖ്ര കാഠ്മണ്ഡു അതില്ലേ മണലിന്റെ കളറ് കണ്ടോ, നല്ല വെള്ള കളറ്, മരുഭൂമിയിലെയൊക്കെ മണല് പോലെ. നമ്മളെ ലഡാക്ക് എന്നപ്പോ ആദ്യം പോയപ്പോ നുമ്രാവാലി ഒക്കെ പോയില്ലേ, അവിടുത്തെ മണല് ഈ കളറല്ലേ? അതുപോലെ തന്നെ ലുംബിനി, ഭൈരവ, കാഠ്മണ്ഡു. ഇതേ ഫിഷിംഗ് പോയിന്റ്, അവിടെ 2-3 പേര് ഇരുന്ന് ചൂണ്ടയിടുന്നുണ്ട്. ആ ലോഡ് ഉണ്ടായിരുന്നപ്പോ എന്നെ സുഖമായിരുന്നു. ഈ കുലുക്കമുള്ള വഴിയാണെങ്കിലും അറിയത്തില്ലായിരുന്നു ഇത്ര. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ലോഡില്ലാത്തോണ്ടേ വണ്ടി പെട്ടെന്ന് ഓടി എത്തുകയല്ലേ, ഇച്ചിരി കുലുങ്ങിയാലും. ഇതൊക്കെ UP വണ്ടിയാ, ടൂറിസ്റ്റ് വണ്ടികൾ, ടൂറിസ്റ്റ് ബസ്. സൈഡിൽ ടയർ കടകളുണ്ട് ഈ വണ്ടിയല്ലേ. അതെ ടയർ, ഈ വണ്ടി ടയർ പഞ്ചറായത്, ടയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് ബാഗ്മതി പ്രദേശിലെ വണ്ടിയാണ്. ഈ ബാഗ്മതി പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് കാഠ്മണ്ഡു ഒക്കെ. ഇപ്പം നനയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ പിന്നെ കുറെ പ്രാവശ്യം നനച്ചു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് വലിയ പൊടി ഇല്ല. ഗജിരി ഈ സ്ഥലപ്പേര്. ഓടെ കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഓടെയൊക്കെ അത്യാവശ്യം നീറ്റാട്ടോ. ഇതുണ്ടോ മലയിൽ നിന്ന് വരുന്ന വെള്ളം, അതുണ്ടോ എന്നാ ശ്രദ്ധിക്കാന്ന്. ഇതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാഠ്മണ്ഡുവിൽ നിന്നും ഇന്ത്യ നേപ്പാൾ ബോർഡറിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.